ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2192. ഇന്ന് ഡിസംബർ മാസം 31-ാം തീയതി. ഈ ആണ്ടിലെ ഒടുവിലത്തെ ദിവസമാണ്. ഒരു ചോദ്യം ചോദിച്ചാലോ? കഴിഞ്ഞുപോയ 364 ദിവസങ്ങളോട് ഞാൻ എങ്ങനെയൊക്കെയാണ് പെരുമാറിയത്, പ്രതികരിച്ചത്? സത്യസന്ധമായിട്ട് മിണ്ടണം. അവനവനോട് ഏറ്റവും സ്വകാര്യതയിൽ കുറെ കൂടി നല്ല രീതിയിലാകാമായിരുന്നു. ശരിയാണ്, ഒഴിവാക്കാമായിരുന്നതായിരുന്നു പലതും. യാത്രകളും എത്തിച്ചേരലുകളും പല മിണ്ടിപ്പറയലുകളും പല മൗനങ്ങളും, അല്ലേ? എല്ലാത്തിനകത്തും അത്തരമൊരു കുറ്റബോധത്തിനും കൂടി ഒരു സാധ്യത തെളിയുന്നുണ്ട്. മറ്റൊരു വിധമായിരുന്നെങ്കിൽ, കൽപ്പറ്റ നാരായണ മാഷിന്റെ നല്ലൊരു പുസ്തകത്തിന്റെ തലക്കെട്ടാണ് മറ്റൊരു വിധമായിരുന്നെങ്കിൽ. അതെ, മറ്റൊരു വിധമായിരുന്നു സംഭവിച്ചിരുന്നെങ്കിൽ എത്ര ഭംഗിയുള്ളതാകുമായിരുന്നു എന്റെയും ജീവിതം. ഓരോരുത്തരും ഒരാണ്ടിന്റെ ഒടുവിലത്തെ ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ, ഒരു പുതുവർഷത്തെ വരവേൽക്കുവാനായിട്ട് ഏറെ പ്രത്യാശയോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഒരുങ്ങുമ്പോൾ, ദൈവം തന്ന താലന്തുകളെ, കൃപകളെ, അവസരങ്ങളെ, ഈ കടന്നുപോയ ഒരു 12 മാസത്തെ ഓരോ നിമിഷവും നമ്മൾ എങ്ങനെയൊക്കെ പാഴാക്കി കളഞ്ഞു എന്ന് കൂടി ഒന്ന് തിരിച്ചറിയേണ്ടത്, എല്ലാം ഒന്ന് തിരുത്തിയെടുക്കാനായിട്ട് നമ്മളെ സഹായിക്കും. ഒരുപക്ഷെ ഇനി ഒരു പൂർണ്ണവർഷം നമുക്ക് കിട്ടിയെന്ന് വരില്ല. എല്ലാം ഒരു അനിശ്ചിതത്വത്തിനകത്തു കൂടിയാണ്. എന്നാൽ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം അത് കുറെ കൂടി ഭംഗിയായി ജീവിക്കാനായിട്ട് സാധിച്ചാലോ? 365 പേജുകളുള്ള ഒരു ചെറിയ നോട്ട് ബുക്ക് ദൈവം തന്നിട്ട് അതിൻ്റെ ഓരോ പേജിൽ എന്ന് വെച്ചാൽ ഓരോ ദിവസവും നമ്മളിങ്ങനെ വെറുതെ കുത്തി വരച്ച് കളഞ്ഞതാണെങ്കിൽ ശരിക്കും ഖേദം തോന്നും, ശരിക്കും ദുഃഖം തോന്നും. ഒരു വീണ്ടും വിചാരത്തിലേക്ക് നമ്മൾ എത്തിയാൽ, വീണ്ടും കൈ കിട്ടാൻ സാധ്യതയുള്ള, കിട്ടുന്ന 2026 ഓരോ ദിനങ്ങളെയും പേജുകളെയും എന്തെങ്കിലുമൊക്കെ നല്ല അക്ഷരങ്ങൾ കൊണ്ടും നല്ല ചിത്രങ്ങൾ കൊണ്ടും അലങ്കരിച്ചാലോ? എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ വെച്ച് നീട്ടുന്നുണ്ട് തമ്പുരാൻ. ഓരോരുത്തരുടെയും ഉള്ളം കയ്യിൽ ഇത് കിട്ടുന്നുണ്ട്. അതിനെങ്ങനെ നമ്മൾ പരിപാലിക്കുന്നു, പരിഗണിക്കുന്നു, അതിൽ നമ്മൾ എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു എന്നതിനെ ആശ്രയിച്ചും ആസ്പദമാക്കിയുമൊക്കെയാണ് ബാക്കി കാര്യങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിർണയിക്കപ്പെടുക. കുറെ കൂടി പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടി ആയിരിക്കാം. ഒരു നാണയമായാലും 2 നാണയമായാലും 3 നാണയമായാലും എല്ലാത്തിനും ചില വിനിമയ സാധ്യതകളുണ്ട്. അവയൊന്ന് തിരിച്ചറിഞ്ഞാൽ മതി. അവയുടെ ഒരു സൗന്ദര്യവും അഴകും മനസ്സിലാക്കിയാൽ മതി. കുറ്റബോധമൊന്നും വേണ്ട, നഷ്ടബോധവും വേണ്ട, തിരിച്ചറിവ് ആവശ്യമാണ്. പലതും നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞെന്ന് തന്നെ നമ്മൾ തിരിച്ചറിയണം. ഒരു വീണ്ടും വിചാരം ആവശ്യമാണ്. മറ്റൊരു വിധമായിരുന്നെങ്കിൽ ഏറെ ഭംഗിയുള്ളതാകുമായിരുന്നു എന്നുകൂടി ഒന്ന് ഉറപ്പിച്ചിട്ട് നമുക്ക് നാളെ മുതൽ പുതുവർഷത്തിന്റെ ഓരോ ദിനങ്ങളെയും ഏറ്റവും പ്രാർത്ഥനയോടുകൂടി, ഏറ്റവും വിനയത്തോടുകൂടി കൈകാര്യം ചെയ്യാം. ഞങ്ങളുടെ നാളുകളെ കുറെ കൂടി ഭംഗിയുള്ളതാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും പുതുവർഷത്തിന്റെ മംഗളങ്ങൾ പ്രാർത്ഥനയോടെ നേർന്നുകൊണ്ട് ആമേൻ.